വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു 1-to-1 ബോക്സിംഗ് സെഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കി. എങ്ങനെയാണ് വർക്കൗട്ട്സ്, എത്ര ഡ്യൂറേഷൻ, സെറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി തരാമെന്ന്. എന്ന് വെച്ചാൽ മൺഡേ ടു സാറ്റർഡേ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൺഡേ എന്തൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വാം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹാർട്ട് റേറ്റ് ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്യുക. ഓക്കെ, സോ ദെൻ ആം റൊട്ടേഷൻ ഒരു 10 to 15 റെപ്സ് ചെയ്തോ. ദെൻ റിവേഴ്സ്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ക്രോസ് ചെയ്യാം. ഓക്കെ, ഇത് പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ റൊട്ടേഷൻ ചെയ്താൽ മതി. ദെൻ same 10 to 15 reps. Then side to side. വേണമെങ്കിൽ ടച്ച് ചെയ്യാൻ നോക്കാം. എടാ ലെഗ് ഔട്ട് സൈഡ് റൊട്ടേറ്റ് ചെയ്യാം. സോ സിംഗിൾ ലെഗ് വെച്ച് ചെയ്താൽ മതി ആദ്യം. ദെൻ ഇൻസൈഡ്. സോ ഇത്രയും പൊങ്ങില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും ചെയ്താലും ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇഞ്ചുറി ഒന്നും വരാണ്ട്. ഓപ്പോസിറ്റ്. ദെൻ ഇൻസൈഡ്. സോ ഇതൊരു 10 to 15 റെപ്സ് ചെയ്യാം. എടാ ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ലൈറ്റായിട്ട് ജോഗ് ചെയ്യാൻ പോവാം. വാ. എടാ ഞാനിപ്പോൾ ട്രെഡ്മില്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഔട്ട്ഡോർ ആണ്. പിന്നെ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ റണ്ണിങ് ഷൂസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഫെയർ ഫുഡിലൊന്നും നിങ്ങൾ റൺ ചെയ്യാൻ നോക്കരുത്. സോ 20 മിനിറ്റ്സ് ഒരേ പേസിൽ പോയാൽ മതി, ഫാസ്റ്റ് കൂട്ടൊന്നും വേണ്ട. സോ നിങ്ങൾക്ക് ആ റിതം മനസ്സിലാക്കണം, നന്നായിട്ട് ബ്രീത് ചെയ്യണം പ്രോപ്പറായിട്ട്. സോ നിങ്ങൾക്കിപ്പോൾ 10 മിനിറ്റേ ഓടാൻ പറ്റുള്ളൂ, കുഴപ്പമൊന്നുമില്ല, നടക്കാം. ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി കാണും, എസ്പെഷ്യലി ഈ സ്മോക്ക് ചെയ്യുന്നവരും ഇച്ചിരി ഒബീസായിട്ടുള്ള ആൾക്കാരും. നല്ല ഒബീസായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ റണ്ണിങ് ഒന്നും പ്രിഫർ ചെയ്യത്തില്ല. സോ ഇത് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. 20 മിനിറ്റ്സ് റണ്ണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സിംഗിൾ പഞ്ചാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. സോ സിംഗിൾ പഞ്ച് മാത്രം നമുക്കൊരു 3 to 4 മിനിറ്റ്സ് ചെയ്യണം, മൂവ് ചെയ്ത്. സോ ഓൺലി ലെഫ്റ്റ്. നിങ്ങൾക്ക് റൈറ്റ് ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ, ജസ്റ്റ് ലെഫ്റ്റ് മാത്രം എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സോ മാക്സിമം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എറിയാൻ നോക്കുക, ചുമ്മാ ലൂസിന് അങ്ങ് എറിഞ്ഞ് കളയരുത്. നിങ്ങൾ ബിഗിനേഴ്സാണ്, സോ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. മൂവ് ചെയ്യുക. സോ ദെൻ 3 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റിലോട്ട് പോവാം. റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രോസിലാണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ റൈറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ആണെങ്കിൽ കൂടുതൽ എടുത്ത് കുഴപ്പമൊന്നുമില്ല. സോ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരുമിച്ച് ചെയ്യാം, ലൈക്ക് ദിസ് 1 2. സ്ലോയിൽ ചെയ്താൽ മതി. നിങ്ങൾ ഗാർഡ് പഞ്ച് ചെയ്തതിന് ശേഷം കണ്ടല്ലോ തിരിച്ചു വരണം. ഒരു സ്ഥലത്ത് നിൽക്കരുത്, ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കരുത്. നിങ്ങൾ പഞ്ച് ത്രോ ചെയ്യുന്നില്ലെങ്കിൽ പോലും മൂവ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഗാർഡ് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച ബ്ലോക്ക് പാരിയൊക്കെ ചുമ്മാ ചെയ്ത് നോക്കാം. മൂവ് ചെയ്യുക, മാക്സിമം ബ്രീത് ചെയ്യുക, നന്നായിട്ട് ബ്രീത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഈ വർക്കൗട്ട്. സോ ഇത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ഒരു 5 to 6 മിനിറ്റ്സ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ എക്സോസ്റ്റഡ് ആണെങ്കിൽ ഒരു 2 to 3 മിനിറ്റ്സിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇത്രയും വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം 40 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കും. ഈ വർക്കൗട്ട് ലാസ്റ്റാണ്. ഇതൊരു ജസ്റ്റ് ഒരു എക്സ്പ്ലോസീവ് വർക്കൗട്ടാണ്. സോ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് സ്ലാം ബോളാണ്. ഇതിന് പകരം നിങ്ങൾക്ക് താഴെ കിടക്കുന്ന കല്ലുണ്ടല്ലോ, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കരിങ്കല്ലൊക്കെ ഇല്ലേ, കരിങ്കല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് ഉള്ളൊരു ഒബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളൊന്നും എടുക്കരുത്, ഇഞ്ചുറി വരുത്തി വയ്ക്കരുത്. സോ ഇത് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ പ്ലെയിനായിട്ട് നമ്മൾ ബാസ്കറ്റ് ബോൾ ത്രോ ചെയ്യത്തില്ലേ, അതേമാതിരി ത്രോ ചെയ്യുക. ഓക്കെ, ദെൻ റൺ. ഓക്കെ, സോ എടുക്കുക, തിരിച്ച് ത്രോ ചെയ്യുക, ദെൻ അഗെയിൻ റൺ.
സോ ഇത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്തവരാണ്. സോ ഓവറായിട്ട് നിങ്ങൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 5 or 10 റെപ്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ ഓവറായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഓടാൻ നിൽക്കണ്ട. പുഷ് ചെയ്യുക അല്ലെങ്കിൽ ത്രോ ചെയ്യുക, ജസ്റ്റ് നടക്കുക, പോയി എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാം. ഇതേമാതിരി സ്ലാം ബോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുമരിൽ തന്നെ ത്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വലുതായിട്ട് ഓടേണ്ടി വരത്തില്ല. ഇത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർ മര്യാദയ്ക്ക് ഓടിക്കും. സോ ഈ വർക്കൗട്ട് ഒരു 10 to 15 minutes ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ജോഗ് ചെയ്ത് ഒന്ന് വാം ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെച്ചസിലേക്ക് പോവാം. സോ നമുക്ക് സ്ട്രെച്ചസിലേക്ക് പോവാം. സൈഡ് എല്ലാ സ്ട്രെച്ചസും 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കുറച്ച് കാണിക്കുന്നേ ഉള്ളൂ. സ്ട്രെയിറ്റ് ബാക്ക്, opposite, change, opposite, change. സ്ട്രെച്ച് എന്നും പറഞ്ഞ് ഓവറായിട്ട് വളച്ചൊടിക്കുകയൊന്നും ചെയ്യരുത്. മാന്യമായിട്ട് സ്ട്രെച്ച് ചെയ്താൽ മതി. ചേഞ്ച്, ക്വാഡ്സ്, ഓപ്പോസിറ്റ്. എടാ ഇത് പിന്നെയും പറയുന്നു, ഒരു 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യണം. ഓക്കെ, സ്ട്രെയിറ്റായിട്ട് മുട്ട് മടക്കാണ്ട് ടോൾ ടച്ച് ചെയ്യാൻ നോക്കുക. അതും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഞാൻ കാണിച്ച സ്ട്രെച്ചസ് മാത്രം നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെച്ചസ് ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ക്ഷമയോടെ പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഉഴപ്പരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്യൂസ്ഡേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തന്നിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.